ക്ഷീരമേഖലയിൽ സോളാർ വ്യാപിപ്പിച്ച് വൈദ്യുതി ചെലവ് ഗണ്യമായി കുറയ്ക്കാനും അതുവഴി ക്ഷീര കർഷകർക്ക് ലാഭം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കാറൽമണ്ണ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ സൗരോർജ്ജ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാറൽമണ്ണ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിൽ പുതുതായി സ്ഥാപിച്ച സൗരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പരിപാടി കൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മുടെ പാലക്കാട് ജില്ലയിൽ സമാപിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ 100 ദിന പദ്ധതികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ ചിലത് ഇവിടുത്തെ 100 ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചില പദ്ധതികളും ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു. ഇന്ന് നിരവധി പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സോളാർ പാനലും അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷീര സഹകരണ മേഖലകളിൽ കർഷകർക്ക് അവർക്ക് ക്ലാസുകൾ കൊടുക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള ചില സംഘങ്ങളിൽ അത്തരത്തിലുള്ള സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ നിരവധി പദ്ധതികൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മങ്ങളായിരുന്നു ഇന്ന് നടന്നത്. നമുക്കറിയാം, കേരളത്തിൽ പാലുൽപാദന രംഗത്ത് വളരെ മുന്നിൽ വരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഞങ്ങൾ ഏകദേശം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നോക്കിയപ്പോൾ 2 ലക്ഷം ലിറ്റർ പാലിൻ്റെ കുറവ് മാത്രമായിരുന്നു കേരളത്തിലുണ്ടായത്. ആ 2 ലക്ഷം ലിറ്റർ പാല് നിലവിലുള്ള പശുക്കളിൽ നിന്ന് ഉൽപാദന വർധവിനെ വരുത്തിക്കൊണ്ട് അത് നികത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ കേരള ഫീഡ്സും അതോടൊപ്പം തന്നെ കേരളത്തിലെ മിൽമയും ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും എല്ലാവരും കൂടെ ഞങ്ങൾ ചേർന്ന് നിന്നുകൊണ്ടാണ് എങ്ങനെ അതിനുള്ള സംവിധാനം കേരളത്തിൽ ഒരുക്കാൻ പറ്റും. ചടങ്ങിൽ സഹകരണ സംഘത്തിലെ ആദ്യകാല ജീവനക്കാരെ ആദരിച്ചു. സർക്കാരിന്റെ 4ാം 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചത്. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി. ക്ഷീരസംഘം പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ, ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം, ചെർപ്പുളശ്ശേരി ക്ഷീരസംഘം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ, സ്റ്റാഫുകളും മറ്റ് കൗൺസിലർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.